In this video, we are going to talk about the topic called entropy. അപ്പം എൻട്രോപ്പി വരുന്നതിന് മുമ്പേ നമ്മൾ തെർമോഡൈനാമിക്സിൽ when we were studying about thermodynamics, we studied or mentioned about entropy. അപ്പം എൻട്രോപ്പിയിൽ തെർമോഡൈനാമിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തെർമോഡൈനാമിക്സ് ആൻഡ് ഓൾസോ ഇൻ ദ മാറ്റർ അല്ലെങ്കിൽ യൂണിവേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്ന നമ്മളുടെ എനർജിയാണ് അല്ലേ. എനർജി ഈസ് നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്, ഓർ വി ക്യാൻ സേ എനർജി ഓഫ് ദ യൂണിവേഴ്സ് റിമൈൻസ് കോൺസ്റ്റൻറ്റ്. യൂണിവേഴ്സിലെ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പം ഈ എനർജിയാണ് എല്ലാത്തിൻ്റെയും കാര്യം. അതുപോലെ തന്നെയാണ് നമുക്ക് സെക്കൻഡ് ലോ, അതായത് ക്ലോഷ്യസ് പറയുന്നത് എൻട്രോപ്പി ഈസ് ഓൾവേസ് ടെൻ ടു ബി മാക്സിമം അല്ലേ. എൻട്രോപ്പി എന്ന് പറയുന്നത് എന്താണ്? ഓർഡർ, ഡിസോർഡർ. എത്രയാണോ ഡിസോർഡർ അല്ലെങ്കിൽ റാൻഡംനെസ്, സോ എൻട്രോപ്പി ടെൻസ് ടു ബി മാക്സിമം. എൻട്രോപ്പി ഇൻ ദ യൂണിവേഴ്സ് ടെൻസ് ടു ബി മാക്സിമം അല്ലേ. ഓക്കെ, സോ എൻട്രോപ്പി, റാൻഡംനെസ് ഓർ ഡിസോർഡർ, ഇതാണ് അതിൻ്റെ സിനോണിംസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എവറി ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി, എവറി ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോസസ്സ്, അല്ലെങ്കിൽ ഏതൊരു ഫിസിക്കൽ പ്രോപ്പർട്ടി ആണെങ്കിലും നേച്ചറിലുള്ള ഏതൊരു കെമിക്കൽ പ്രോപ്പർട്ടി ആണെങ്കിലും വാട്ട് എവർ പ്രോപ്പർട്ടി ചേഞ്ചസ് ടേക്ക് പ്ലേസ്, എൻട്രോപ്പി വിൽ ഇൻക്രീസ്. ടോട്ടൽ എൻട്രോപ്പി എന്ന് പറയുന്നത് എപ്പോഴും ഇൻക്രീസ് ചെയ്യും, ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ഫിസിക്കൽ പ്രോസസ്സ് ഓർ കെമിക്കൽ പ്രോസസ്സ്. ഏതൊരു പ്രോസസ്സ് നടന്നാലും അവിടെ എൻട്രോപ്പി കൂടും അല്ലേ. അപ്പോൾ അത് എൻട്രോപ്പിയുടെ ഒരു ഫോർമുലേഷന് വേണ്ടി വി ആർ ഗോയിങ് ടു കൺസിഡർ എ പ്രോസസ് ഹാവിങ് ആൻ ഇനിഷ്യൽ സ്റ്റേറ്റ് എ ആൻഡ് എ ഫൈനൽ സ്റ്റേറ്റ് ബി. അപ്പോൾ അവിടെ എൻട്രോപ്പിയെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എസ് ആണ്. അപ്പോൾ ഇനിഷ്യൽ എൻട്രോപ്പി ആൻഡ് ഫൈനൽ എൻട്രോപ്പി. അപ്പോൾ എ എന്ന് പറയുന്നത് ഇനിഷ്യൽ എൻട്രോപ്പി ആൻഡ് ബി എന്ന് പറയുന്നത് ഫൈനൽ എൻട്രോപ്പി. സോ ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈസ് ഗിവൺ ബൈ SB minus SA equal to integral A to B dQ by T അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞു ഈ SA എന്നുള്ള ഒരു ചെറിയ പ്രോസസ്സാണ്. അതിൻ്റെ ഫൈനൽ സ്റ്റേറ്റും ഇനിഷ്യൽ സ്റ്റേറ്റും ദേ ആർ കൺസിഡേർഡ് ടു ബി നിയർ. അപ്പം നമുക്കതിനെ DS എന്ന് എഴുതാം. സോ DS ഈസ് ഈക്വൽ ടു DQ by T. അപ്പം ഇതാണ് മാത്തമാറ്റിക്കൽ ഫോം ഓഫ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനമിക്സ് അല്ലെങ്കിൽ എൻട്രോപ്പി. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനമിക്സ് ഇറ്റ് ഈസ് ടെല്ലിങ് അബൌട്ട് എൻട്രോപ്പി. എൻട്രോപ്പി എന്ന് പറയുന്ന എനി ഫിസിക്കൽ ഓർ കെമിക്കൽ പ്രോസസ്സ്, എന്തൊരു പ്രോസസ്സ് നേച്ചറിൽ നടന്നാലും എൻട്രോപ്പി ടെൻസ് ടു ബിക്കം മാക്സിമം. അതായത് ഡിസോർഡർ അല്ലെങ്കിൽ റാൻഡംനെസ് എന്ന് പറയുന്നത് ടെൻസ് ടു ബി മാക്സിമം. let us see what are the changes that are taking place in different processes. നമുക്കറിയാം, നമുക്ക് 3 phases ആണുള്ളത് അല്ലേ നേച്ചറിൽ. അതായത് സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസസ് ഉണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് 3 states ഓഫ് മാറ്റർ ആണ്. അപ്പോൾ ഈ 3 states ഉണ്ട്. സോളിഡ് ലിക്വിഡ് ആകും, ലിക്വിഡ് ഗ്യാസ് ആവും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ചേഞ്ച് ഓഫ് ഫേസും നമുക്ക് നടക്കുന്നുണ്ട്. വെരി കോമൺ എക്സാമ്പിൾ ഈസ് അവർ ഇവോപ്പറേഷൻ അല്ലേ. നമ്മൾ എന്നും കാണുന്ന ഇവോപ്പറേഷനും കണ്ടൻസേഷനും വി ഡെയിലി സി. അപ്പം ഇതാണ് നമുക്ക് ഫേസ് ഓഫ് ചേഞ്ച്. അപ്പോഴും ഒക്കെ എന്താണ് നടക്കുന്നത്? ദർ ഈസ് എൻട്രോപ്പി ചേഞ്ച് ഓർ എൻട്രോപ്പി ഈസ് ഇൻക്രീസിങ്. നൗ let us consider an isothermal process. Isothermal process എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റൻറ്റ് അല്ലേ. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് എഴുതുകയാണ്. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇൻറ്റേർണൽ എനർജി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ U ആണ്. സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? DQ ഈസ് ഈക്വൽ ടു DU പ്ലസ് PdV. അപ്പോൾ ഒരു ഐസോതെർമൽ പ്രോസസ്സിൽ DU 0 ആയില്ലേ. സോ DQ ഈസ് ഈക്വൽ ടു PdV. ഓക്കെ, സോ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി? നമ്മൾ എൻട്രോപ്പിയുടെ ഫോർമുല പഠിച്ചു. DS ഈസ് ഈക്വൽ ടു DQ ബൈ T അല്ലേ. സോ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി? ഫ്രം A to B അല്ലേ. അപ്പം ഇവിടെ S1 to S2 2 സ്റ്റേറ്റ്സ് S1 S2 ആണെങ്കിൽ DS ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ. എന്താണ് ഇവിടെ ചേഞ്ച് നടക്കുന്നത്? വിത്ത് റെസ്പെക്ട് ടു വോളിയം. അപ്പം V1 to
V2 അല്ലേ, V1 to V2. ഡി ക്യൂവിന് പകരം നമുക്ക് എന്ത് എഴുതാം? പി ഡി വി എഴുതാം. ദാറ്റ് ഈസ് പി ഡി വി ബൈ ടി. But ideal gas equation is equal to PV by RT or P is equal to RT by V. അപ്പം നമുക്ക് ഈ ഇക്വേഷനിൽ അത് എഴുതാമല്ലോ. ഇൻസ്റ്റെഡ് ഓഫ് പി ഡി വി ബൈ ടി നമുക്ക് എന്ത് എഴുതാം? ഈ പിക്ക് പകരം ആരെ എഴുതാം? ആർ ടി ബൈ വി എന്ന് എഴുതിക്കൂടെ പിക്ക് പകരം? ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ആർ ടി ബൈ വി ഇൻറ്റു ഡി വി ബൈ ടി എഴുതാമല്ലോ. സോ വാട്ട് വിൽ ഹാപ്പൻ? ദിസ് ടി ആൻഡ് ടി വിൽ ഗെറ്റ് ക്യാൻസൽഡ്. ആർ ഇസ് എ കോൺസ്റ്റൻറ്റ് ടേക്കൺ ഔട്ട്. R taken out V1 to V2 dV by V. So what is the integral of dV by D? That is log V. Log V between the limits V1 and V2. So what we can write? We can write it as S2 minus S1 is equal to R into log base to the E V2 by V1. This is a change of entropy in the case of an isothermal process. തന്നല്ലോ. അപ്പം നമ്മൾ ആദ്യം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എടുത്തു. ഐസോതെർമൽ ആയതുകൊണ്ട് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ഡി യു ഈസ് ഈക്വൽ ടു 0. സോ ഡി ക്യൂ വിൽ ബിക്കം ഈക്വൽ ടു പി ഡി വി. We had just substituted in our entropy equation ds is equal to dq by t. Instead of dq നമ്മൾ എന്തിട്ടു? പി ഡി വി എടുത്തിട്ടു. പി ഡി വി എടുത്തിട്ടു. സോ വി നോ ദാറ്റ് പി വി ഇസ് ഈക്വൽ ടു ആർ ടി ഓർ പ്രഷർ ഇസ് ഈക്വൽ ടു ആർ ടി ബൈ വി അല്ലേ. അപ്പം നമ്മൾ അതിനെ എടുത്തങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് വി ആർ ഗെറ്റിംഗ് എന്ത് കിട്ടി? നമുക്ക് പിക്ക് പകരം നമ്മൾ ആരെ എടുത്തിട്ടു? ഇൻസ്റ്റെഡ് ഓഫ് പി വി ഹാവ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആർ ടി ബൈ വി ഡി വി ബൈ ടി. ടി ആൻഡ് ടി ഗോട്ട് ക്യാൻസൽഡ് ആൻഡ് വി ആർ ഗെറ്റിംഗ് ആർ ഇൻറ്റു ഇൻറ്റഗ്രൽ V1 to V2 ഡി വി ബൈ ഡി വി അല്ലേ. സോ 1 ബൈ വി ഡി വിയുടെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് ലോഗ് ടു ദ ബേസ് വി ആണ്. ആൻഡ് വി ആർ ഗെറ്റിംഗ് ചേഞ്ച് ഇൻ എൻട്രോപ്പി ഓഫ് എൻ ഐസോതെർമൽ പ്രോസസ് ഈസ് S2 minus S1 is equal to R into log V2 by V1. This is in an isothermal process. ഇനി let us see, നമുക്ക് വേറൊരു കാര്യം നോക്കാം. Let us see what will happen when a solid at its melting point is converted to, ഞാൻ പറഞ്ഞായിരുന്നു ഡിഫറെൻറ്റ് ഫേസസ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ് അല്ലേ. സോളിഡ് at its melting point is getting converted into liquid at same temperature. Solid at its melting point is getting converted to a liquid at same temperature. ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ വേറൊരു സ്റ്റേറ്റ് ഓഫ് മാറ്ററിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹീറ്റിനെയാണ് നമ്മൾ ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയും അല്ലേ. ലേറ്റൻറ്റ് ഹീറ്റിൻ്റെ അർത്ഥം എന്താണ്? ഹിഡൻ എമൗണ്ട് ഓഫ് ഹീറ്റ്, ഒളിച്ചിരിക്കുന്ന ഹീറ്റ് അല്ലേ, ഹിഡൻ ഹീറ്റ്. സോ വെനെവർ വി ആർ ഗോയിങ് ടു ഗീവ് എ ലിറ്റിൽ ഹീറ്റ് എനർജി ടു വി ആർ ഗോയിങ് ടു സപ്ലൈ ഹീറ്റ് എനർജി ടു സോളിഡ്. ഒരു സോളിഡിന് നമ്മളൊരു ഹീറ്റ് എനർജി കൊടുക്കുമ്പം എന്ത് പറ്റും? ഈ സോളിഡിൻ്റെ ഓരോ മോളിക്യൂൾസും ആ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് അടുത്തുള്ള മോളിക്യൂൾസിന് ട്രാൻസ്ഫർ ചെയ്യും. ബിക്കോസ് ഇൻ സോളിഡ്സ് മോളിക്യൂൾസ് ആർ വെരി ടൈറ്റ്ലി പാക്ഡ് അല്ലെങ്കിൽ ക്ലോസ്ലി പാക്ഡ്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? മോളിക്യൂൾ സ്റ്റാർട്ട്സ് വൈബ്രേറ്റിംഗ്, കൈനറ്റിക് എനർജി ഇൻക്രീസസ് അല്ലേ. ചൂട് കൂടെയല്ലേ, ടെമ്പറേച്ചർ കൂടിയപ്പോൾ കൈനറ്റിക് എനർജി കൂടി, വൈബ്രേഷൻ നടന്നു. അപ്പോൾ എന്ത് പറ്റും? ദാറ്റ് ഈസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻ ടു ലിക്വിഡ്. അപ്പം നമ്മൾ ടെമ്പറേച്ചർ ഒരു സോളിഡിന് കൊടുക്കുമ്പോൾ തന്നെ സോളിഡിൻ്റെ ടെമ്പറേച്ചർ കൂടുമോ? ഇല്ല. ആ സോളിഡിൻ്റെ ഹീറ്റ് ഓരോ മോളിക്യൂൾസ് അബ്സോർബ് ചെയ്ത് ആഫ്റ്റർ എ സർട്ടൺ സ്റ്റേജ് ഒൺലി ദ ടെമ്പറേച്ചർ വിൽ സ്റ്റാർട്ട് ഇൻക്രീസിങ് അല്ലേ. അല്ലാതെ ചുമ്മാ ഒരു തടിക്കഷ്ണം എടുത്ത് തീയിലോട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുമ്പോൾ തന്നെ അത് കത്താൻ തുടങ്ങുമോ? ഇല്ല. അത് കുറച്ചൊന്ന് ചൂടാകണം. ആ ചൂടാവണം എന്ന് പറയുന്ന സമയത്ത് മോളിക്യൂൾസ് ആർ ട്രാപ്പിംഗ് ദ ഹീറ്റ് എനർജി. അതിനെയാണ് നമ്മൾ ലേറ്റൻറ്റ് ഹീറ്റ് അല്ലെങ്കിൽ ഹിഡൻ ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലേറ്റൻറ്റ് ഹീറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ L ആണ്. ഓക്കെ, സോ ഹിയർ വാട്ട് ഈസ് ഹാപ്പനിങ്? സോളിഡ് മെൽറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ഫ്യൂസ് ചെയ്യാണ്. സോളിഡ് മെൽറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഫ്യൂസ് ചെയ്യണം അല്ലേ. ഇപ്പം നമ്മൾ വാക്സ് ഉണ്ട്, വാക്സ് ഇസ് എ സോളിഡ്. വെൻ യു ആർ ഗിവിങ് ഹീറ്റ് വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് സ്റ്റാർട്ട്സ് മെൽറ്റിംഗ്. അത് ഫ്യൂസ് ചെയ്ത് ഒഴുകാൻ തുടങ്ങും അല്ലേ. അപ്പോൾ നമുക്കവിടെ ഇവിടെ ആവശ്യം ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനാണ്. സോ അപ്പോൾ ലേറ്റൻറ്റ് ഹീറ്റിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് M×L ആണ്. സോ ഹിയർ ലെറ്റ് us consider M kilogram ഓഫ് സോളിഡ് ഈസ് അറ്റ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിൻറ്റ്. സോ ദ ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത് ഡി ക്യു എന്ന് പറയുന്നത് ML ആണ്. സോ വാട്ട് വിൽ ഹാപ്പൻ? വി നോ അവർ ഫോർമുല ds ഈസ് ഈക്വൽ ടു ഡി ക്യു ബൈ ടി. ദെയർഫോർ ds ഈസ് ഈക്വൽ ടു ഡി ക്യു ബൈ ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു ML ബൈ ടി, ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഏതൊരു ലേറ്റൻറ്റ് ഹീറ്റിൻ്റെ ഫോർമുല എന്ത് തന്നെയാണ്? ML തന്നെയാണ് അല്ലേ.
Now, what will happen if a liquid is getting converted into liquid at its boiling point? അല്ലേ, ലിക്വിഡ് മെൽറ്റ് ചെയ്യില്ലല്ലോ, ലിക്വിഡ് എന്ന് പറഞ്ഞാൽ വെള്ളം പോലെയുള്ള സാധനമല്ലേ. സോ ലിക്വിഡ് അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ് ഈസ് കൺവേർട്ടഡ് ടു വേപ്പർ. ഇവിടെ സോളിഡ് അറ്റ് ദ മെൽറ്റിംഗ് പോയിന്റ്, സോളിഡ് എന്ന് പറയുന്നത് മെൽറ്റ് ചെയ്യും, അത് ലിക്വിഡിലോട്ടായി. ലിക്വിഡ് എന്ന് പറയുന്നത് ബോയിൽ ചെയ്യും, വേപ്പറിലോട്ടായി. ഡെയിലി വി സി വാട്ടർ ഈസ് ഗെറ്റിംഗ് ബോയിൽഡ് ആൻഡ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻ ടു വേപ്പർ അല്ലേ. ചായ ഇടുമ്പോഴോ എനി ടൈം whenever we see something is boiling, it is getting converted. അപ്പോൾ ലിക്വിഡ് അല്ലേ ബോയിൽ ചെയ്യുള്ളൂ, സോ ഇറ്റ് ഈസ് ബോയിലിംഗ് പോയിന്റ്. ആൻഡ് ലെറ്റ് ടി ബി ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ ലിക്വിഡ്. ഓക്കെ, ആൻഡ് ഇവിടെ എന്താണ് നടക്കുന്നത്, ഏത് സ്റ്റേറ്റിലോട്ടാണ് പോണത്, വേപ്പറിലോട്ടാണ് പോണത്. സോ വി സേ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. വി സേ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. സോ വാട്ട് വിൽ ഹാപ്പൻ, ആ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറേഷനിൽ ഞാൻ പറഞ്ഞതുപോലെ ലിക്വിഡ്സിനകത്ത് ഓരോ മോളിക്യൂൾസും ഇറ്റ് വിൽ അബ്സോർബ് ദ ഹീറ്റ് എനർജി, ട്രാപ്പ് ഇൻ ഇറ്റ്, ആൻഡ് എഗെയിൻ ഇറ്റ് സ്റ്റാർട്ട്സ് ബോയിലിംഗ് ആൻഡ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻ ടു എ വേപ്പർ. ഓക്കെ, സോ ദാറ്റ് ഈസ് നോൺ ആസ് എം എൽ. അപ്പം ഡി ക്യു എന്ന് പറയുന്നത് എന്താണ്, എം എൽ തന്നെയാണ് അല്ലേ. സോ ഡി എസ് ഈസ് ഈക്വൽ ടു എം എൽ ബൈ ടി, ചേഞ്ച് ഇൻ എൻട്രോപ്പി, വേപ്പറൈസേഷൻ അല്ലേ. സോ ഇതാണ് നമുക്ക് രണ്ട് സ്റ്റേറ്റ് തമ്മിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത്. Now let us see what will happen if a substance is heated from a temperature say T1 Kelvin to a temperature T2 Kelvin. ഒരു സബ്സ്റ്റൻസ് ഹീറ്റ് ചെയ്യണം, എം മാസ് ഉള്ള ഒരു സബ്സ്റ്റൻസ് ഹീറ്റ് ചെയ്യണം. സി ഒരു സബ്സ്റ്റൻസിന് ഹീറ്റ് കിട്ടണമെങ്കിൽ ഷുഡ് ഹാവ് എ സ്പെസിഫിക് ഹീറ്റ് അല്ലേ. ഒരു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉണ്ടെങ്കിലേ എന്ത് പറ്റുള്ളൂ, അതിന് ഹീറ്റ് ആവുള്ളൂ. സോ ഇറ്റ് വിൽ ബി ഹാവിങ് എ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ലെറ്റ് ഇറ്റ് ബി ഡിനോട്ടഡ് ബൈ സി. ചില ബുക്കിൽ എസ് എന്നും കാണാം, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയതുകൊണ്ട് ലെറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ സി. ലെറ്റ് ടി ബി ഇറ്റ്സ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പം നമുക്കറിയാം ഒരു സാധനത്തിൻ്റെ ഒരു ടെമ്പറേച്ചർ കൂടണമെങ്കിൽ അതിനൊരു മിനിമം ടെമ്പറേച്ചർ വേണം. സോ ദാറ്റ് മീൻസ് ഐ ഓൾറെഡി ടോൾഡ് യു, ഇഫ് യു ആർ ഗോയിങ് ടു കീപ്പ് എ പീസ് ഓഫ് വുഡ്, അല്ലെങ്കിൽ ഇഫ് യു ആർ ഗോയിങ് ടു കീപ്പ് എ പീസ് ഓഫ് അയൺ റോഡ്, നമ്മളൊരു അയൺ റോഡ് ചൂടാക്കാൻ തുടങ്ങിയാൽ വച്ച ഉടനെ തന്നെ അത് ചൂടാവില്ല. ഇറ്റ് ഷുഡ് അറ്റൈൻ എ സർട്ടൺ ടെമ്പറേച്ചർ. സ്പെസിഫിക് ആയിട്ടുള്ള ആ കപ്പാസിറ്റി വേണം, അത് ഹോൾഡ് ചെയ്യാൻ, ആ ഹീറ്റ് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി വരുമ്പോൾ, അല്ലെങ്കിൽ ചൂടാവാനുള്ള ചൂട് കിട്ടുമ്പോൾ മാത്രമേ വാട്ട് വിൽ ഹാപ്പൻ, ഇറ്റ് വിൽ സ്റ്റാർട്ട്സ് ഗെറ്റിംഗ് ഹീറ്റഡ് അപ്പ്. So that is denoted by dq is equal to mct, which you have already studied in the lower classes. Delta t ആണ് കാര്യം. ടി ടെമ്പറേച്ചർ നമ്മൾ കൊടുത്താലും മുഴുവനും അത് അബ്സോർബ് ചെയ്തെടുത്താലും അത്രയും ഹീറ്റ് നമുക്ക് കിട്ടുമോ, ഇല്ല. So we are writing dq is equal to mc delta t. So what is change in the entropy? ds is equal to dq by t or mc into delta t by t. Okay, so we have told that temperature, the entropy change when temperature is changing from T1 to T2. T1 തൊട്ട് T2 വരെ ചേഞ്ച് ചെയ്യുമ്പോൾ we know m and c is a constant, so integral dt by t from T1 to T2. What is it? mc into log e to the base T2 by T1. That is the change in entropy, S2 minus S1 or ds. ഓക്കെ, അതാണ്. ഇനി അപ്പോൾ ഇത് നമ്മൾ ഒരു സബ്സ്റ്റൻസ് ഹീറ്റ് എടുക്കുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. സോ ലെറ്റ് us see what is change in entropy when ice is converted to steam. ഒരു ഐസ് ഈസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു സ്റ്റീം. ഇങ്ങനെയുള്ളൊരു കേസിൽ എന്താണ് നടക്കുന്നത് അല്ലേ. നമ്മൾ പറയുകയാണ് നമുക്ക് m കിലോഗ്രാം ഉള്ള ഒരു ഐസ് ഉണ്ട്. വി ആർ ഹാവിങ് n കിലോഗ്രാം ഓഫ് എ ഐസ് അറ്റ് എ ടെമ്പറേച്ചർ T1. T1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഐസിൻ്റെ ടെമ്പറേച്ചർ തണുപ്പാണോ ചൂടാണോ, തണുപ്പാണ്. സോ ഇറ്റ് ഈസ് ലോവർ ദാൻ ദ നോർമൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ്. ലെറ്റ് ഇറ്റ് ബി സേ ലെസ് ദാൻ 273 Kelvin. It is less than 273 Kelvin. Now let Cs be the specific heat capacity of the solid and Cl be the specific heat capacity of water. ഇത് വാട്ടർ ലിക്വിഡ്, ഇത് സോളിഡ്. ഇനി എൽ എഫ് എന്ന് പറയുന്നത് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനും എൽ വി എന്ന് പറയുന്നത് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനും.
അപ്പം നമ്മളെ ടോട്ടൽ ചേഞ്ച് എന്ത് വരും? T1 കെൽവിൻ നമുക്ക് 373 സ്റ്റീമിലോട്ടാണ് കൺവേർട്ട് ചെയ്യണത്. സോ വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി? DS ഈസ് ഈക്വൽ ടു വി ആർ ഗോയിങ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. T2 വേണ്ട നമുക്ക്, കാര്യം നമുക്ക് അറിയാം ഇറ്റ് ഈസ് 273 ആണെന്ന് അറിയാം. ആൻഡ് വി നീഡ് ദ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അല്ലേ, ആദ്യത്തെ സ്റ്റേറ്റിന് പ്ലസ് രണ്ടാമത്തെ സ്റ്റേറ്റിന്. ലിക്വിഡിലോട്ട് എത്തുമ്പം ലോഗ് ഇ വാട്ട് ഈസ് ദ ഫൈനൽ ടെമ്പറേച്ചർ? 273 പ്ലസ് ഫ്യൂഷൻ വേപ്പറൈസേഷൻ ദാറ്റ് ഈസ് ഓൾസോ 373. This is when ice is getting converted into steam അല്ലേ. അപ്പം നമുക്ക് ദിസ് ഈസ് ദ വാട്ട് ഈസ് ഹാപ്പനിങ് ഡ്യൂറിങ് ദ ചേഞ്ച് ഓഫ് എൻട്രോപ്പി. നൗ ഇപ്പം നമുക്ക് സീ ഇൻ ദ പ്രോബ്ലംസ് ആൻഡ് എക്സാമ്പിൾസ് വി വിൽ ബി ഗിവൺ ചേഞ്ച് ഇൻ എൻട്രോപ്പി. ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിൾ പറയണം. സി യു ആർ ഗിവൺ സം 100 gram ഓഫ് ഐസ്, ഓക്കെ, ആൻഡ് അറ്റ് 0 degrees Celsius ഇറ്റ് ഈസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻ ടു വാട്ടർ. അപ്പോൾ ഏതാണ് കൺവേർട്ട് ചെയ്യണത്? എൻട്രോപ്പി ചേഞ്ച് വരണം എപ്പോഴാണ്? വെൻ 100 gram ഓഫ് ഐസ് അറ്റ് 0 degree ഈസ് കൺവേർട്ടഡ് ഇൻ ടു വാട്ടർ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ഗിവൺ ദ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അപ്പം നമുക്ക് മാസ് തന്നിട്ടുണ്ട്, ഇത് എം തന്നിട്ടുണ്ട് അല്ലേ. ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഈസ് ഓൾസോ ഗിവൺ സം സേ 3.35 × 10⁵ ജൂൾ പെർ കിലോഗ്രാം. ആൻഡ് വാട്ട് ഈസ് ദ മെൽറ്റിംഗ് പോയിൻറ്റ്? 0 degrees എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ എത്രയാണ്? 273 കെൽവിൻ അല്ലേ. 0 degrees എന്ന് പറഞ്ഞാൽ 273 കെൽവിൻ. സിംപ്ലി വി ആർ ഗോയിങ് ടു അപ്ലൈ ദ ഫോർമുല. DS ഈസ് ഈക്വൽ ടു dQ/T. ലേറ്റൻറ്റ് ഹീറ്റ് വരുമ്പോൾ ഏത് ഫോർമുല വരണം? ML/ml വേണം യൂസ് ചെയ്യാൻ. വി നോ മാസ് ഈസ് ഗിവൺ 100 gram അല്ലേ. അത് കിലോഗ്രാമിലാക്കുമ്പോൾ എത്ര വരും? ഡിവൈഡ് ബൈ 1000. 0.1 ആയി. ലേറ്റൻറ്റ് ഹീറ്റ് തന്നിട്ടുണ്ട്, ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. സോ യു ക്യാൻ ഷുവർലി സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഫൈൻഡ് ദ ആൻസർ അല്ലേ. ഇനി ചിലപ്പം ദിസ് ഈസ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. സി സംടൈംസ് ക്വസ്റ്റ്യൻസ് വിൽ ബി ആസ്ക്ഡ്, അതായത് നമുക്ക് ഐസ് അല്ലെങ്കിൽ സോളിഡ് ഐസിലോട്ടോ അങ്ങനെ വരണമെങ്കിൽ വി വിൽ ഹാവ് ടു ഡു മെനി സ്റ്റെപ്സ്. അപ്പോൾ അത് നമുക്കൊരു പ്രോബ്ലം വേണമെങ്കിൽ ഐ വിൽ ജസ്റ്റ് സേ, അത്ര പറയേണ്ട കാര്യമേ ഉള്ളൂ. സി യു വിൽ ബി ആസ്ക്ഡ് ടു കൺവേർട്ട് ടോട്ടൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി ആൻഡ് വാട്ടർ ഈസ് ഗിവൺ. ദിസ് വാട്ടർ ഈസ് ആക്ച്വലി മിക്സ്ഡ് വിത്ത് ഒരു ടെമ്പറേച്ചർ, അതായത് ഒരു ടെമ്പറേച്ചറിലുള്ള വാട്ടർ വേറൊരു അല്ല, ജസ്റ്റ് റൈറ്റ് ആൻഡ് ഷോ യു. See, you are given some amount of we are calculate the total amount of entropy. See, when 100 gram of water at 20 degrees Celsius is mixed with 120 gram of water at 50 degrees Celsius. അപ്പോൾ എന്താണ് പറഞ്ഞത്? 100 gram ഓഫ് വാട്ടർ ഉണ്ട് 20 ഡിഗ്രി സെൽഷ്യസിൽ. അത് ഏത് വെച്ച് മിക്സ് ചെയ്തു? 120 gram ഓഫ് വാട്ടർ അറ്റ് 50 ഡിഗ്രീസിൽ മിക്സ് ചെയ്തു. ആൻഡ് നൗ ദ മിക്സ്ചർ ഈസ് ഹീറ്റഡ് ടു ബോയിലിംഗ് പോയിൻറ്റ്. ഗിവൺ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ. യു വോണ്ട് ടു കാൽക്കുലേറ്റ് ദ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച്. അപ്പം നമുക്കിതിനൊരു റിസൾട്ടൻ്റ്, അതായത് നമുക്ക് ഈ 100 gram ഓഫ് വാട്ടർ 20 ഡിഗ്രി സെൽഷ്യസിലും 120 gram ഓഫ് വാട്ടർ 50 ഡിഗ്രി സെൽഷ്യസിൽ രണ്ടും രണ്ട് ടെമ്പറേച്ചറാണ്, 2 മാസാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ബോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോഴുള്ള എൻട്രോപ്പി ചേഞ്ചാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം രണ്ടിൻ്റെയും കോമൺ ആയിട്ടുള്ളൊരു ടെമ്പറേച്ചർ നമ്മൾ സെലക്ട് ചെയ്തു. ലെറ്റ് ഇറ്റ് ബി ഈക്വൽ ടു തീറ്റ. അതൊരു കോമൺ റിസൾട്ടൻ്റ് ടെമ്പറേച്ചറാണ്. നമുക്ക് വാട്ട് ഈസ് ദ ഹീറ്റ് ഗെയിൻഡ് ബൈ 100 gram ഓഫ് കോൾഡ് വാട്ടർ? എത്ര നമുക്ക് അക്കോർഡിംഗ് ടു അവർ എനർജി കൺസർവേഷൻ നമ്മൾ പറയണത് രണ്ടും കൂടെ മിക്സ് ചെയ്യുകയാണ് അല്ലേ. 100 gram ഓഫ് വാട്ടർ 20 ഡിഗ്രി സെൽഷ്യസും 120 gram 50 ഡിഗ്രീസിലും മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്യുമ്പം ടെമ്പറേച്ചർ കൂടുതൽ ആർക്കാണ്? 120. ഇവിടുത്തെ 50 ഡിഗ്രീസാണ്. എവന് ടെമ്പറേച്ചർ കുറവാണ്. അതിൻ്റെ അർത്ഥം എവൻ ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്യും, എവന് ടെമ്പറേച്ചർ ലോസ് ചെയ്യും. മനസ്സിലായോ? അത് 120 gram എന്ന് പറയുന്നത് 50 ഡിഗ്രീസ് ഹയർ ടെമ്പറേച്ചറിലാണ്, എവൻ ലോവർ ടെമ്പറേച്ചറിലാണ്. അപ്പോൾ ഈ ലോവർ ഹയറും ആവും, ഹയർ ലോവറും ആവും. മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ, ടെമ്പറേച്ചർ എപ്പോഴും സെയിം ആയിരിക്കണ്ടേ. അപ്പം ഹൂ ഈസ് ഗോയിങ് ടു ഗെയിൻ ദ ഹീറ്റ്? Heat is gained by 100 gram of water will be equal to heat lost by 120 gram of water അല്ലേ. അപ്പോൾ MC∆T നമുക്കറിയാമല്ലോ, MC∆T അറിയാം അല്ലേ. അപ്പോൾ മാസ് അറിയാം,
സി അറിയാം, നമ്മൾ പറഞ്ഞു ലോസ് ആണെന്ന് പറഞ്ഞു അല്ലേ, തീറ്റ -20. മാസ് അറിയാം, സി അറിയാം, ആൻഡ് 50 മൈനസ് തീറ്റ ബിക്കോസ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് മിക്സ്ഡ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഒരു തീറ്റ വാല്യൂ കണ്ടുപിടിക്കാൻ. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 37 ഡിഗ്രി സെൽഷ്യസ് ഓർ ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 309 കെൽവിൻ. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് ചെയ്തത്? കോമൺ ടെമ്പറേച്ചർ കണ്ടു. നൗ യു ഹാവ് ടു ഫൈൻഡ് ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി. എൻട്രോപ്പി നമുക്ക് കണ്ടുപിടിക്കണം. എപ്പോഴാണ് ഈ 100 ഗ്രാം ഓഫ് വാട്ടർ 20 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും എത്രയിലോട്ട് പോകണം? 37 ഡിഗ്രി സെൽഷ്യസിലോട്ട് പോകണം. 20യിൽ നിന്നും 37ലോട്ട് പോകുമ്പോൾ നമ്മുടെ കോമൺ ടെമ്പറേച്ചറല്ലേ കണ്ടുപിടിച്ചത്. അപ്പോൾ കോമൺ എന്ന് പറയുമ്പം ഇവിടുന്ന് ഗെയിൻ ചെയ്ത ഹീറ്റും ഇവിടുന്ന് ലോസ് ചെയ്ത ഹീറ്റും തമ്മിൽ ഈക്വൽ ആയപ്പോൾ നമുക്കൊരു കോമൺ ടെമ്പറേച്ചർ കിട്ടി. നമ്മളിപ്പോൾ 20 ഡിഗ്രീസിലാണ് നിൽക്കുന്നത്. നമുക്ക് എവിടം വരെ പോകണം? 37 വരെ പോകണം. അപ്പോൾ അവിടെ എൻട്രോപ്പി എത്ര ചേഞ്ച് വരും? ഓൾറെഡി വീനോ മാസ് എന്ന് പറയുന്നത് 100 ഗ്രാം ആണ്. ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം കിലോഗ്രാം ആക്കാൻ. സി നമുക്കറിയാം 4200 അല്ലെങ്കിൽ 4180, വാട്ട് എവർ ദാറ്റ് വിൽ ബി ഗിവൺ ടു യു. ആൻഡ് ടെമ്പറേച്ചർ ഓൾസോ വി നോ, ദാറ്റ് ഈസ് 293 കെൽവിൻ. അതായത് 0 ഡിഗ്രീസ് എന്ന് പറഞ്ഞാൽ 273 കെൽവിൻ ആണ്. 20 ഡിഗ്രീസ് ആകുമ്പം 273 + 20, ദാറ്റ് ഈസ് 293 കെൽവിൻ. T2 നമുക്കറിയാം അല്ലേ, 309 കെൽവിൻ നമ്മളിവിടെ കണ്ടുപിടിച്ച് വച്ചിട്ടുണ്ട്. സോ വാട്ട് ഈസ് DS? DS is equal to MC log to the base T2/T1 അല്ലേ. അപ്പം നമുക്കിവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാസ് എത്രയാണ്? 0.1 കിലോഗ്രാം. സി എത്രയാണ്? 4200. ലോഗ് ഇ ടു ദ ബേസ് 309/293. ആൻഡ് അപ്രോക്സിമേറ്റ്ലി യു ആർ ഗോയിങ് ടു ഗെറ്റ് 23 ജൂൾസ് പെർ കെൽവിൻ. അപ്പോൾ ഇത്രയായി. അപ്പോൾ ആരുടെ ആയി? ഈ വെള്ളത്തിൻ്റെ ആയി. ഇനി അടുത്ത നമുക്ക് എത്ര വേണം? 120 ഗ്രാം ഓഫ് വാട്ടർ ഉണ്ട് അല്ലേ. 120 ഗ്രാം ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഏത് ടെമ്പറേച്ചറിലാണ്? ഇറ്റ് ഈസ് അറ്റ് 50 ഡിഗ്രി ടെമ്പറേച്ചർ. എത്രയിലാണ്? 50 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് അല്ലേ. അപ്പം നമുക്ക് അതിൻ്റെ അത് എഴുതാം. സോ വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ എൻട്രോപ്പി വെൻ 1 ഗ്രാം ഓഫ് വാട്ടർ 120 ഗ്രാം ഓഫ് വാട്ടർ ചേഞ്ചസ് ഫ്രം 50 ഡിഗ്രീസ് ടു 37 ഡിഗ്രി. ഓക്കെ, 37 ഡിഗ്രിയിലോട്ട് വരുമ്പോൾ അപ്പം നമുക്ക് മാസ് എന്ന് പറയുന്നത് 120 ഗ്രാം ആണ്. അതിൻ്റെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം 0.120 കിലോഗ്രാം ആയി. എഗെയിൻ വാട്ടറിൻ്റെത് തന്നിട്ടുണ്ട്, സ്പെസിഫിക് ഹീറ്റ് അല്ലേ, ജൂൾ പെർ കിലോഗ്രാം പെർ വാട്ട് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് T1 is equal to T23 അല്ലേ, 273 + 50 ആണ്. അടുത്ത T2 എന്ന് പറയുന്നത് 309 കെൽവിനാണ് നമ്മൾ കണ്ടുപിടിച്ച് വച്ചിട്ടുണ്ട്. ഓക്കെ, സോ വാട്ട് ഈസ് DS? What is DS? DS is equal to again MC log e to the base അല്ലേ. That also we are going to get approximately as 22 joule per Kelvin, -22 joule per Kelvin. So what is the entropy when temperature 220 gram of water changes? അപ്പം നമുക്ക് 100 ഗ്രാം വെള്ളമുണ്ട് അല്ലേ, 100 ഗ്രാമും 120 ഗ്രാമും കൂടെയാണ് നമ്മൾ മിക്സ് ചെയ്തത്. അപ്പോൾ എത്ര വന്നു? 220 ഗ്രാമാണ് വന്നത് അല്ലേ. സോ വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ എൻട്രോപ്പി വെൻ ദിസ് 220 ഗ്രാം ഓഫ് വാട്ടർ ചേഞ്ചസ് ഫ്രം 37 ഡിഗ്രീസ് ടു 100 ഡിഗ്രീസ്. ഒരു 37 ഡിഗ്രി കണ്ടുപിടിച്ച് നമ്മൾ വച്ചിട്ടുണ്ട് അല്ലേ. 37 ഡിഗ്രി ഏതിലോട്ട് മാറണം? ഒരു 100 ഡിഗ്രിയിലോട്ട് മാറുമ്പം എത്രയാണ് അതിൻ്റെ എൻട്രോപ്പി ചേഞ്ച് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. സോ വാട്ട് ഈസ് എ മാസ്? എത്രയാണ്? 220 ഗ്രാം ആണ് അല്ലേ. 220 ഗ്രാം എന്ന് പറഞ്ഞാൽ 0.220 കിലോഗ്രാം. സി തന്നിട്ടുണ്ട്. T1 നമുക്കറിയാം അല്ലേ, T2 നമുക്കറിയാം. 100 ആയപ്പം 273 + 100. എഗെയിൻ വാട്ട് വി വിൽ ഡു? DS is equal to MC log to the base T2/T1. And there will be approximately we will be getting 173 joule per Kelvin. അപ്പോൾ ടോട്ടൽ ചേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കണം? 23 ജൂൾ പെർ കെൽവിൻ ഉണ്ട്, -22 ജൂൾ പെർ കെൽവിൻ ഉണ്ട്, ആൻഡ് 1 + 173 കെൽവിൻ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം യു വിൽ ബി ഗെറ്റിംഗ്
ദ ടോട്ടൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി. അപ്പം ഓരോ സ്റ്റെപ്പായിട്ട് ഇപ്പം ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനോ വേപ്പറൈസേഷനോ ലേറ്റൻറ്റ് ഹീറ്റിൻ്റെ കാര്യം വന്നാൽ ദ ഫോർമുല ഈസ് ml/T. ബാക്കി എന്താണ് വരേണ്ടത്? MC ഇൻറ്റു ലോഗ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ്. എൻട്രോപ്പിക്ക് T2/T1 എന്നോ അങ്ങനെയുള്ള ഈ രണ്ട് ഇക്വേഷൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് സ്പെസിഫിക് ഹീറ്റ്, അതായത് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ MC ∆T കൂടെ യൂസ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.